ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫറൂഖ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹോം ഗാർഡൻ ടൂറാണ് കാണാൻ പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ സുന്ദരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഗാർഡൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പണ്ട് നാളത്തൊട്ടേ ചെടികളെ സ്നേഹിക്കുന്ന വീട്ടുകാരാണിവർ. എടപ്പറമ്പിൽ നിന്ന് കൊളത്തൂർ റോഡിലായിട്ടാണ് ഈ വീട് വരുന്നത്. ഞാൻ ഇതുവഴി പാസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ പതിയുന്ന ഒരു വീടായിരുന്നു ഇത്. കാരണം ഒരുപാട് ചെടികളായിട്ട് എപ്പോഴും സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്ന നല്ലൊരു ഗാർഡൻ ഈ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് ഈ വീട്ടിലേക്ക് ഒന്ന് പതിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയൊരു ഗാർഡൻ കണ്ടപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. വീടിന് മുന്നിലായിട്ട് ഒത്തിരി സ്ഥലമുള്ളത് കൊണ്ട് ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സുകൾ വെച്ചിട്ടാണ് ഈ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒത്തിരി വെറൈറ്റി വാട്ടർ പ്ലാന്റ്സുകളും ഫ്ലവറിങ് പ്ലാന്റ്സുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേനൽക്കാലത്ത് വീടിനെ മനോഹരമാക്കി നിർത്തുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ബോഗൺവില്ല. ഒത്തിരി വെറൈറ്റി ഫ്ലവർ, പല തരത്തിലുള്ള കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ബോഗൺവില്ലയിൽ അവൈലബിൾ ആണ്. അത് വീടിന് മുന്നിലുണ്ടെങ്കിൽ വീടിൻ്റെ ഗാർഡൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഗാർഡനിൽ ബോഗൺവില്ലയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നല്ല വെറൈറ്റി കളേഴ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിൽ ഒരുപാട് ഹോം ഗാർഡൻ ടൂറുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ മതിലിൻ്റെ അങ്ങേ അറ്റം വരെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ടാബിൾ റോസ്, മോസ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ 10 മണിപ്പൂക്കളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വെച്ച പ്ലാന്റുകളാണ്, അതുകൊണ്ടാണ് ഫ്ലവറിങ് ഒന്നും ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഈ ഗാർഡനിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടുകൾ, സെയിം ഡിസൈനിലുള്ള പോട്ടുകൾ, സെയിം പ്ലാന്റ്സുകൾ ഒരുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുതന്നെ ഗാർഡനിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ കണ്ടോ, ചുമ്മാ നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് അല്പമെങ്കിലും കലാവാസന ഉള്ളവരാണ് എങ്കിൽ ആ കലാപരമായ സൃഷ്ടി കൂടെ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ഗാർഡൻ. ഈ ഒരു ഐഡിയ കണ്ടോ നിങ്ങൾ? നമുക്ക് ചുമരിൽ പ്ലാന്റ്സുകൾ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ആണി അടിച്ചിട്ട് ചുമരിൽ തറച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചുമര് പൊട്ടിപ്പോകും എന്നുള്ളൊരു പേടി കാരണം നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്കിവിടെ ഉപയോഗിക്കാം. കണ്ടോ, നല്ലൊരു എനിക്കിഷ്ടമായിട്ടുള്ളൊരു സംഭവമായി തോന്നിയത്. നല്ലൊരു സ്മൈലി ഫേസിലുള്ള വാൾ ഹുക്സ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് പ്ലാന്റ്സുകൾ ഹാങ് ചെയ്ത് വെക്കാൻ നമ്മൾ വീടിൻ്റെ സൺസൈഡിൽ 2 or 3 ഹുക്സുകൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ളിലൂടെ
ഒരു അയൺ റോഡ് കടത്തി വിട്ടിട്ട് അതിൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാം. ഈ ഒരു വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെയൊക്കെ ബോട്ടിൽസുകളാണ്. സാധാരണ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെയാണ് ഈ ബോട്ടിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സമയത്ത് അതിന് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വെക്കാം. അതുപോലെ ടവർ പോട്ടുകളും അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ഈ ഒരു ഗാർഡനിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പോട്ടുകളും വെറുതെ വെക്കാതെ എല്ലാത്തിലും പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരു ക്രിയേറ്റിവിറ്റി അതിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു സൂത്രം നോക്കാം. പ്ലാന്റ്സിന് ചില പോട്ട്സുകളൊക്കെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇവിടെ കണ്ടോ, കുറച്ച് ഓൾഡായിട്ടുള്ള പോട്ട്സുകൾ പെയിൻറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആക്കി എടുത്തിട്ട് അത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുതിയ പോട്ടുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരേ ലെവലിൽ പ്ലാന്റ്സ് പോട്ടുകളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്ലാന്റ് എന്തൊരു ഭംഗിയല്ലേ ഇതിന്. ഇതിലെ ഫ്ലവേഴ്സ് വൈറ്റും അതിൽ റെഡ് കളറുള്ള ഫ്ലവറും കൂടെ വന്നിട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന് ഇത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഇതേ ഒരു പ്ലാന്റിന് മറ്റൊരു രീതിയിൽ ക്ലൈംബ് ചെയ്ത് വിട്ടിട്ടുള്ളത് കണ്ടിരുന്നു, റോപ്പിൽ ചെയ്തിട്ട് അല്ലേ. നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റ് സെറ്റിങ്. അപ്പോൾ അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റാണത്. പിന്നെ ഇവിടെ ഒത്തിരി കാക്ടസ് പ്ലാന്റ്സിൻ്റെയും സക്കുലൻസിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിലായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റാൻഡിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പോട്ട്സുകളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പോട്ട്സ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പഴയ ഒരു ബെഞ്ചിനെ അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റാൻഡ്. ഒരു ബെഞ്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു ഹൈറ്റ് വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചുമ്മാ അതിൻ്റെ മേളിൽ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുക്കാം. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലുള്ള 2 പില്ലേഴ്സിലും ഒരുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ക്ലൈംബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. താഴെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റിനെ ഈ പില്ലറിലേക്ക് കടത്തി വിട്ടതാണ്. നല്ല ലുക്കായിട്ട് തന്നെ അത് അവിടെ ക്ലൈംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു ഷോ തന്നെയുണ്ട് അതിന്. എന്താണ് ആ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പില്ലറിലൂടെ ക്ലൈംബ് ചെയ്ത് വിട്ടിരിക്കുന്ന ഈ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ നെയിം. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരുപോലെ തന്നെ 2 സൈഡിലും പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ലുക്ക് ഉണ്ട്. അതുപോലെ ഇവിടെ മറ്റൊരു ഐഡിയ നമുക്ക് നോക്കാം. ഈ പില്ലറിൽ കണ്ടോ, ഇത് ഒരുപോലെ ഒരു കമ്പി, ഒരു ചെറിയൊരു അയൺ റോഡ് അതിലൂടെ കെട്ടിയിട്ടാണ് ഈ ഒരു നെറ്റിന് അതിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ചെറിയ പോട്ടുകളൊക്കെ, അതിൽ ചുമ്മാ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ചെറിയ കപ്പിൽ ചെടികൾ വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഓർക്കിഡ് പോലത്തെ പ്ലാന്റ്സുകളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വീടിനോട് ചേർന്ന് ഇവർക്കൊരു നഴ്സറി കൂടെയുണ്ട്. പടപ്പറമ്പ് നിന്ന് കൊളത്തൂർ റോഡിനായിട്ടാണ് ഈ വീട് വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് പ്ലാന്റ്സ് വാങ്ങിച്ചു കൊണ്ടുപോകാം. ഇനി നമുക്കിവിടെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ലോട്ടസ് പോണ്ടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് ലോട്ടസ് പോണ്ട്സുകൾ ഇവിടെ ഉണ്ട്, ചെറുതായിട്ടും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് എണ്ണം ഈ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡനിൽ കുറച്ചുകൂടെ വർക്ക് ഫിനിഷ് ആക്കാനുണ്ട്. ഇത് നന്നായിട്ടങ്ങ് തേച്ച് മിനുക്കി നല്ല പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഗാർഡൻ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടിയൊക്കെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ മറ്റൊരു ഐഡിയ നമുക്ക് നോക്കാം. ഓട് വെച്ചിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. 10 മണി ചെടികളാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്, പുതുതായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, ഒരു പൊള്ളി ഗാർഡൻ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗാർഡൻ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.